വരുന്നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ അപ്പച്ചന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീടുകളിലേക്ക് പോകണം. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു, അമ്മയുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീടുകളിലേക്ക് പോയത്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് ഞങ്ങൾ അപ്പച്ചന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീടുകളിലേക്ക് പോകണം. എല്ലാവരുടെയും വീടുകളൊക്കെ കുറച്ച് പേരുടെയൊക്കെ ഒത്തിരി ദൂരെയൊക്കെയാണ്, കുറച്ച് പേരുടെയൊക്കെ അടുത്തടുത്താണ്. എല്ലാവരുടെയും വീടുകളിലേക്ക് ഇന്ന് പോയി എത്താൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പേരുടെ അപ്പച്ചൻ്റെ അനിയന്മാരുടെയൊക്കെ വീടുകളിലേക്ക് ഞങ്ങൾ പിന്നെ പോകാമെന്ന് വെച്ചു. പക്ഷെ അവരുടെ മക്കളുടെ വീടുകളിലേക്കും പിന്നെ അപ്പച്ചൻ്റെ പെങ്ങന്മാരുടെ വീട് അങ്ങനെയൊക്കെയുള്ള വീടുകളിലേക്കും അവരൊക്കെ കുറച്ച് ദൂരെയാണ്, വണ്ടിക്ക് പോകുന്ന ദൂരം, മറ്റേതൊക്കെ ഇവിടെ അടുത്ത് നടന്നു പോകാവുന്ന ദൂരമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വീടുകളിലേക്കൊക്കെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഇന്ന് അനിയത്തി ഫാമിലിയും വരുന്നുണ്ട്. പിന്നെ സണ്ണി ഫാമിലി ഇന്നില്ല, കാരണം അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവരുടെയൊക്കെ വീടുകളിൽ പോകുന്നതുമാണ്, ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. പിന്നെ ഇവരെയൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുമുണ്ട്. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു വർഷമെത്തി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാണാൻ പോകണം. അപ്പോൾ ആ കൂട്ടത്തിൽ അനിയത്തി ഫാമിലിയും കൂടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകണം. അപ്പോൾ ആദ്യം നമുക്ക് പോയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴേക്കും അവരും ഞങ്ങളുടെ ഒപ്പം തന്നെ എത്തും. അപ്പോൾ അവരവരുടെ വണ്ടിയിലും ഞങ്ങൾ സണ്ണിയുടെ നാനോയിലുമാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ പോകണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ടൗണിൽ വന്ന് ഇത്തിരി ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇതാ പോകണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് അപ്പച്ചൻ്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലേക്കാണ്. മൂത്ത പെങ്ങൾ ഇപ്പം ഇല്ല, മൂത്ത പെങ്ങൾ മരിച്ചുപോയി, കുറച്ച് മാസം മുമ്പ് മരിച്ചുപോയി. എന്നാലും മക്കളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവരെയൊക്കെ കാണാനായിട്ട് വീട്ടിലേക്ക് പോകണം. നല്ല പെരുമഴ കേട്ടോ, സൂപ്പർ മഴ. നമ്മൾ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ മഴ ഒന്നും കൂടെ സ്ട്രോങ് ആയി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആദ്യത്തെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു, അതായത് അപ്പച്ചൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക്. പെരുമഴയത്താണ് എല്ലാവരും ഓടി കയറണ. പെരുമഴ എങ്ങനെയുണ്ട്? മഴ ഇഷ്ടമായോ? ഈ ചില സമയത്ത് ഇഷ്ടമാവാറില്ല. അതെ, പ്രത്യേകിച്ച് യാത്രയിൽ അല്ലേ? അങ്ങനെ ഞങ്ങളിതാ അമ്മായിയുടെ മോൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ മോൻ്റെ വൈഫും മക്കളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ മോൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല, പ്രാഞ്ചിന്ന് കേട്ടോ പേര്. അപ്പോൾ ആൾ പുറത്തായിരുന്നു. അപ്പോൾ ഫോൺ വിളിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നേപ്പിക്കും തന്നെ ആളെത്തി കേട്ടോ. പുറത്തുനിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഇതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളെത്തി കഴിയുമ്പോൾ പിന്നെ ആളുമായിട്ട് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ചായ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ബേക്കറി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇതാ വർത്താനം പറഞ്ഞിരിക്കുക. പിന്നെ കുഞ്ഞുമക്കൾ ഇവിടെ 4 പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും വർത്താനം പറഞ്ഞ് അവരെ കളിപ്പിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമായി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മഴ ദിവസം തന്നെയാണ്, എന്നാലും ഇറങ്ങേണ്ട ടൈമിൽ വലിയ സ്ട്രോങ് മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളിത് അവരോടൊക്കെ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് വേഗത്തിൽ തന്നെ ഇറങ്ങണം. കാരണം നമുക്കിന്ന് ഇന്നലത്തെ പോലെ തന്നെ ഒത്തിരി വീടുകൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ മാക്സിമം വീടുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേഗത്തിൽ തന്നെ ഓരോ വീടുകളിൽ നമ്മൾ ഇറങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വീട്ടിൽ കയറി. ഇനിയിപ്പോൾ അടുത്ത വീടെന്ന് പറയുന്നത് അമ്മായിയുടെ രണ്ടാമത്തെ മോൻ്റെ വീട്ടിലേക്ക് കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ അതിവിടെ അടുത്ത് അധികം ദൂരമില്ല, ഇപ്പം എത്തും. ആ കാണുന്നതാണ് ഞങ്ങളുടെ അമ്മായിയുടെ രണ്ടാമത്തെ മോൻ്റെ വീട്. ഇതാ ഈ വീട്. അപ്പോൾ അവരിതാ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. ആ പാർക്ക് ചെയ്യണുള്ളൂ. നമ്മുടെ വണ്ടിയും ഇവിടെ എല്ലോടെയൊന്നും പാർക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവർ നല്ല ഗാർഡൻ വർക്കിലായിരുന്നു. ചേച്ചിയും ചേച്ചിയുടെ അമ്മയും 2 പേരും കൂടെ ഒരുമിച്ച് ഗാർഡനിൽ എന്തൊക്കെയോ ഒരു ചെടികൾ കാര്യങ്ങൾ അതുപോലെ കൃഷികൾ കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഓരോ പണികളൊക്കെ ആയിട്ട്. ആ സമയത്ത് ഞങ്ങൾ ചെന്നത് മഴയൊന്ന് ജസ്റ്റ് ഒന്ന് നിന്ന ഒരു ടൈമിലാണ് ഞങ്ങൾ എത്തിയത്. അപ്പോഴേക്കും പിന്നെ അവർ ആ ഗേറ്റൊക്കെ തുറന്ന് വണ്ടി ഉള്ളിലേക്ക് പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് ആ ഉള്ളിലേക്ക് കയറ്റിയിടണം. അതൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ അകത്ത് ചെന്ന് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അവൻ്റെ ചേച്ചിയോട് കുറേ നേരം വീട്ടുവിശേഷങ്ങൾ നാട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ് അങ്ങനെ പിന്നെ ചായയും വെള്ളമൊക്കെ കുടിച്ച് ഇതാ അവിടെ നിന്ന് ഇറങ്ങണം ഞങ്ങൾ. കാരണം ഇനി നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകേണ്ട ടൈമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത്
അപ്പച്ചന്റെ അനിയന്റെ മകളുടെ വീട്ടിലേക്ക്. ഇനി ഞങ്ങൾ പോകുന്നത് അപ്പച്ചന്റെ അനിയന്റെ മോളുടെ വീട്ടിലേക്ക്. അപ്പൊ മോളെ കെട്ടിച്ചേക്കുന്നത് ഇവിടെ അടുത്താണ്, കൊമ്പിടിഞ്ഞാമക്കൽ എന്ന് പറയും. അപ്പൊ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോ വഴി ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ ഇതാ അപ്പച്ചന്റെ അനിയന്റെ മോളുടെ വീട്ടിലേക്ക് നമ്മൾ വന്നപ്പോ മോളുടെ മോനാണ് കേട്ടോ സൈക്കിളുമ്പോ പോണേ. നെയ്മർ ജൂനിയർ നമ്പർ 10 നെയ്മർ ജൂനിയർ. അപ്പൊ കറക്റ്റ് വഴി തന്നെ വെച്ച ആളെ കണ്ടു. അപ്പൊ എന്തായാലും മോൻ തന്നെ കൊണ്ടുപോയി വീട് കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ വഴി ചെറിയൊരു ഡൗട്ട് വന്നതിനെ കൊണ്ട് ഇങ്ങനെ പയ്യെ നിൽക്കായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. പേപ്പന്റെ അപ്പച്ചന്റെ അനിയനെ ഞങ്ങൾ വിളിക്കുന്നത് പേപ്പൻ എന്നാ. പേപ്പന്റെ മോളുടെ വീട്. അനിയത്തിയുടെ വണ്ടി ഇതാ പുറകെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പേപ്പൻ്റെ മോളുടെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെയുള്ളത് പേപ്പൻ്റെ മോളും അതുപോലെ തന്നെ മോളുടെ ഹസ്ബൻഡ്, മക്കളുണ്ട്, അതുപോലെ അവരുടെ അപ്പനും അമ്മയുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. സമയം പോയതൊന്നും അറിഞ്ഞില്ല. അപ്പോഴേക്കും പേപ്പൻ്റെ മോള് ചായയൊക്കെ ഉണ്ടാക്കാൻ പോയി. ഇവിടെ തക്കും അഞ്ജലിയും റോണും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും പേപ്പൻ്റെ മോള് ചായയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇനി അവിടെ നിന്ന് ഇറങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം. ഇനി നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇറങ്ങി. ഇനി നമ്മുടെ അടുത്ത വീടെന്ന് പറയുന്നത് അപ്പച്ചൻ്റെ മൂത്ത പെങ്ങളുടെ ഏറ്റവും ഇളയ മോൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകണം. അപ്പോൾ അതും ഇവിടെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമില്ല, ഇത്തിരി വഴി ഇങ്ങനെ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ മഴ ഒന്ന് കുറഞ്ഞു നിൽക്കണ സമയമാണ്. ഈ നേരം വരെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വീട് എത്തിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ അകത്തേക്ക് കിടക്കണം. ഗേറ്റൊക്കെ പൂട്ടിയേക്കാണ്. നമുക്കിനി പതുക്കെ അകത്ത് കിടക്കണം. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ മഴ പെയ്യണതിനെ കൊണ്ട് വഴിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ച് വെള്ളം ചൊല്ലിയൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇവിടെയുള്ളത് ഞങ്ങളുടെ അമ്മായിയുടെ മോനും വൈഫും മക്കളും കേട്ടോ. അപ്പോൾ ഇത് അമ്മായിയുടെ മോൻ്റെ വൈഫാണ്. പിന്നെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ട് പയ്യെ കാണാം. ഈ വീട്ടിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. ഒരു പുതിയ വീട് പണിതതിന് ശേഷം ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ വീടൊക്കെ നമുക്കൊന്ന് നടന്നു പോയി കാണുകയും ചെയ്യണം. അപ്പോൾ നമുക്കിതാ അമ്മായിയുടെ മോൻ്റെ വീട്ടിലേക്ക് പോവാം. ഞങ്ങളിതേ ഡോർമോന്ന് തട്ടിയിട്ടുണ്ട്. മോളാട്ടത് അമ്മായിയുടെ മോൻ്റെ മോളാണ്. എന്തെന്ന പേര്? ഫിയോണ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തി. അപ്പോൾ ഇതാണ് ഇവരുടെ ലിവിങ് റൂം. ഇനി നമ്മൾ ഇവിടേക്ക് പോണത് ഇവിടെ ഒരു റൂമുണ്ട് അല്ലേ? നല്ല അടിപൊളിയുള്ള ഇതാരുടെ റൂമാ? നിങ്ങളുടെ 3 പേരുടെ റൂമാണോ? അമ്മായിയുടെ മോന് 3 പെൺമക്കളാട്ടോ. അപ്പോൾ ഇവരുടെ റൂമാണത്. ഇവിടെ ഉണ്ട് കൊച്ചു കുട്ടിപ്പട്ടാള്. വിളിച്ചിരിക്കണ ഇവിടെ ഒരാള്. എന്താ പേര് പറഞ്ഞേ? ഫ്രേയ. മോളുടെ പേര് പറഞ്ഞേ? ഫിദ റോസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇനി എന്താ അടുത്തത്? ഇവിടുത്തെ മുകളിലുണ്ടോ റൂമുകള്? ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടേക്ക് വാഷ്റൂം ഒക്കെ അല്ലേ? ഓക്കെ ആ ഏരിയ. പിന്നെയോ ഇവിടെ ഒരു റൂമുണ്ട്. ഇതാണ് മമ്മിയുടെയും പപ്പയുടെയും റൂം. ഓക്കെ, ഇതാണ് അവരുടെ റൂം, ഇവരുടെ മമ്മിയുടെയും പപ്പയുടെയും റൂം. ഓക്കെ. പിന്നെ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഇത് ഡൈനിങ് ഹോള്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകണ്ടേ? കിച്ചണിലേക്ക് ആൾക്കാർ എത്തി. ഇവിടെ ചായ പരിപാടി നടന്നുകൊണ്ടിരിക്കണേ. നല്ല സമയത്താണ് വന്നേക്കണേ. ഇവിടെ കിച്ചൺ, അവിടെ വർക്ക് ഏരിയ. ഇനി ഞങ്ങളിതാ മുകളിലേക്ക് കയറണം കേട്ടോ. മുകളിലത്തെ ഫ്ലോറിലേക്ക്. മുകളിലെ റൂമുണ്ടാ? ഓക്കെ, നമുക്ക് പോവാം. എനിക്കെല്ലാം ഇവിടെ പരിചയപ്പെടുത്തിയൊക്കെ തരുന്നത് അമ്മയുടെ മോൻ്റെ മൂത്ത മോളാട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരാണ്. അപ്പോൾ വീടൊക്കെ അവർ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക ഞങ്ങളെ. ആ കൂട്ടത്തിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്സിൻ്റെ ഒക്കെ അടുത്ത് ഇവരിങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ലുക്കാണ്. പിന്നെ പുതിയ വീടായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനൊക്കെ, നല്ല ഭംഗി. ഇതിവിടെ തേക്കാനുള്ള സ്ഥലം, പ്രസ് ചെയ്യാനുള്ള സ്ഥലം. ഓക്കെ, പിന്നെ ഇത് ഗസ്റ്റ് റൂം. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നിവിടെ താമസിക്കാം അല്ലേ? പിന്നെ ഇവിടെ എല്ലാ ബാത്റൂമും ഇങ്ങനെയാണ്. ഡ്രസ്സിംഗ് റൂം ആദ്യം വെക്കും. ഓക്കെ ക്ലോസ് ചെയ്തു. പിന്നെ ഓപ്പൺ ചെയ്യുന്നതാണ് ബാത്റൂമിലേക്ക്. ഓക്കെ, നമുക്ക് എല്ലാം പരിചയപ്പെടുത്തി തരുന്നത് ഫിയോണ കേട്ടോ. ബാത്റൂം ആരും യൂസ് ചെയ്യാറില്ല. ഇവിടെ ഗസ്റ്റുകൾ വരുമ്പോ അവർക്കാണ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഈ റൂം ക്ലോസ് ചെയ്ത് കിടക്കാറ്.
പിന്നെ ഈ റൂം കഴിഞ്ഞാൽ പപ്പയുടെ ഓഫീസ് റൂമാണ്. പപ്പയുടെ ഓഫീസ് റൂം ഏതാ? ഓക്കെ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എടുക്കാറ്. പിന്നെ ഇവിടെ നമ്മള് ഷെൽഫുകളൊന്നും പിടിച്ചില്ല. ഇത് മമ്മിയുടെ 2 ഷെൽഫുകളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് തന്നെ വേറെ നമ്മള് ഷെൽഫ് പിടിച്ചില്ല. ഈ 2 അലമാരി ഇവിടെ കയറ്റിയിട്ടു. ഇത് പപ്പയുടെ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ ഓഫീസ് വർക്കൊക്കെ ചെയ്ത് ഇവിടെ ഇരുന്ന. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വീടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കിതാ ഇവരൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ബാൽക്കണിയോ? അപ്പോൾ എന്തായാലും ഇനി ബാൽക്കണിയും കൂടെ ബാക്കിയുള്ളൂ കാണാം. നമുക്ക് ബാൽക്കണിയും കൂടെ കാണാം. ഓ നല്ല അടിപൊളി സെറ്റപ്പാണ് ഇവിടെ നിന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കിയേ നല്ല മഴക്കാരുണ്ട്. പെരും മഴ വരാൻ പോകുന്നു. ഇവിടെ വണ്ടികളൊക്കെ ഇവിടെ താഴെ പാർക്ക് ചെയ്തേക്കണം നമ്മള്. സൂപ്പർ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്മായിയുടെ ഏറ്റവും ഇളയ മകൻ തോമൻ എന്നാണ് പേര്. തോമൻ, തോമസ്. പ്രായമായതൊന്നും അങ്ങനെ പറയില്ല. കണ്ടാൽ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഇതാ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും കൂടെ ചേർന്നപ്പോൾ ഒരു ഗ്രൂപ്പായി ഇവിടെ. എന്തെന്നുള്ളത് സ്റ്റോർ റൂമോ? ഓക്കെ. ഇത് മുകളിലത്തെ ഫ്ലോറിൽ തന്നെ അല്ലേ സ്റ്റോർ റൂം? നമ്മൾ ആക്ച്വലി അടിയിലത്തെ മമ്മിയുടെയും പപ്പയുടെയും വാഷ്റൂമിന്റെ അവിടുത്തെ ഏരിയ കുറച്ച് താഴെ പോകാൻ വേണ്ടി ചെയ്തു. അപ്പൊ ഇവിടെ ഈ സെറ്റപ്പ് ആക്കാന്ന് വെച്ചു. അങ്ങനെ ഇവിടെ ഒരു സ്റ്റോർ. ആരാ മെഷീൻ തയ്ക്കണ? മമ്മി തയ്ക്കുവോ? മമ്മി തയ്ക്കും. വിലപ്പോഴൊക്കെ വില പാൻറ്റൊക്കെ ഇതൊക്കെ അടിക്കാല്ലേ? അടിക്കാനൊക്കെ. ഓക്കെ ഓക്കെ. അതൊക്കെ ചെയ്യാമോ? വലിയ തയ്പ്പൊന്നും മമ്മി ചെയ്യാറില്ല. ഓക്കെ. നമുക്ക് ഇനി ഇവിടെ നിന്നുള്ള ബാൽക്കണിയോ? അതെന്തത്? ബാൽക്കണി. ഓക്കെ. നമുക്ക് ഇതും കൂടെ കാണാം. 2 സൈഡിലുണ്ടല്ലോ അല്ലേ? ഫ്രണ്ടിലും ഉണ്ട് ചെറിയൊരു ഏരിയ. ഇവിടെ നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ. ഷീറ്റൊക്കെ ഇട്ട് തുണികളൊക്കെ ഉണക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം. ടൈലൊക്കെ ഇട്ടേക്കണ നല്ല സുഖമുണ്ട് ഇങ്ങടേക്ക് വരാനൊക്കെ. അതുപോലെ നമുക്ക് തുണി ഉണക്കാനൊക്കെ പറ്റിയ നല്ല മഴക്കാലത്ത് തുണി ഉണക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം. ഇവിടെയൊക്കെ ഫുൾ ഗ്രീനറി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവർ ഈ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഇതാ അവരുടെ ഷെഡിൻ്റെ മുകളിൽ ഇതാ എന്തൊക്കെയോ ചെടികളൊക്കെ ഇങ്ങനെ പടർത്തി പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു ഏരിയ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചായ കുടിയുടെ സമയമായി. ചായയൊക്കെ അപ്പോഴേക്കും എന്താ സിനി റെഡിയാക്കി. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാം. ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടിലേക്ക്. ഇതാണ് ഞങ്ങളുടെ അമ്മായിയുടെ മോൻ്റെ വൈഫ്. പേര് സിനി. അപ്പോൾ സിനി ഇതാ ചായയൊക്കെ റെഡിയാക്കി പലഹാരങ്ങളൊക്കെ ഇതാ ടേബിളുമ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വീടൊക്കെ കണ്ടു വന്നേപ്പിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും നേരുന്ന് ചായ കുടിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സിനി ഇതാ ഒരുപാട് ബേക്കറി ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരാൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അതിന് ശേഷം ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എണീറ്റു. എന്നിട്ടും ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം കൂടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് മുറ്റത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞത് അങ്ങനെ ഫോട്ടോ എടുക്കണം. ചില വീടുകളിൽ നിന്ന് വെച്ച് നമ്മൾ ഇറങ്ങുന്ന നേരത്ത് ഫോട്ടോ എടുക്കുന്ന കാര്യം ഓർക്കില്ല. അപ്പോൾ ഫോട്ടോ മിസ്സായി പോകും നമ്മുടെ. അപ്പോൾ ചിലയിടത്തു നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അതേപോലെ അതായത് ഇന്ന് ഇറങ്ങാൻ നേരത്ത് ഓർമ്മ വന്നു. അപ്പോൾ എല്ലാവരെയും കൂട്ടി നിർത്തി ഇതാ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണം ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ തന്നെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നടത്തി അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അവരോട് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ബൈ ബൈ. അപ്പോൾ നമ്മളങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് അപ്പച്ചൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പച്ചൻ്റെ വേറൊരു പെങ്ങളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. പോട്ട പനമ്പിള്ളി കോളേജിൻ്റെ അടുത്താണ് ഞങ്ങളുടെ ഒരു ആൻറ്റിയുടെ വീട്. അതായത് ത്രേസ്യാമ്മ ചേച്ചി എന്നും പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും പറയാറില്ലേ, വീഡിയോയിലൊക്കെ നിങ്ങൾ മുൻപ് കണ്ടു കാണും. അപ്പോൾ ആ ത്രേസ്യാമ്മ ചേച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് ആ പനമ്പിള്ളി കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി അധികം ദൂരം ഇല്ല കേട്ടോ. ത്രേസ്യാമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇനി അധികം ദൂരമില്ല. അപ്പച്ചൻ്റെ പെങ്ങള് എൻ്റെ അമ്മായി അല്ലെങ്കിൽ ആൻറ്റി എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ ചെറുപ്പത്തിലേ തൊട്ട് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് ഇപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ തന്നെ വിളിക്കാനും ഇഷ്ടം. ത്രേസ്യാമ്മ ചേച്ചിക്കായാലും അങ്ങനെ തന്നെ കേൾക്കാനും ഇഷ്ടം. അപ്പം നമ്മൾ അങ്ങനെ ഇതാ ത്രേസ്യാമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി. ഇതാണ് ത്രേസ്യാമ്മ ചേച്ചിയുടെ വീട്. ത്രേസ്യാമ്മ ചേച്ചി എത്തിക്കഴിഞ്ഞു. അതേ പുറകിക്കോട് അച്ഛനുണ്ട്. അത് സിജി. അവര് വേറെ വണ്ടിയില്, ഞങ്ങള് ഒരു വണ്ടിയില്. ത്രേസ്യാമ്മ ചേച്ചിക്ക് ഞങ്ങൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ത്രേസ്യാമ്മച്ചിയോട് ഞങ്ങളിതാ മുറ്റത്തൊക്കെ തന്നെ നിന്ന് ത്രേസ്യാമ്മച്ചിയോടും അതുപോലെ അച്ഛനോടും കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ആ റൂമിലേക്ക് കിടക്കണം കേട്ടോ.
അങ്ങനെ ഞങ്ങളെല്ലാവരും എന്താ റൂമിലിരുന്ന് കുറച്ച് സമയം ത്രേസ്യാമ്മച്ചിയായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് നല്ല രസം ത്രേസ്യാമ്മച്ചിയോട് വർത്താനം പറയാൻ. അപ്പോഴേക്കും വെള്ളവും ചായയൊക്കെ ആയിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ ത്രേസ്യാമ്മ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ആ ചായയും വെള്ളമൊക്കെ കുടിച്ച് കൊച്ചു കൊച്ചു പലഹാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഇതുവരെ. അപ്പോൾ ഇനി നമുക്ക് ത്രേസ്യാമ്മ ചേച്ചിയുടെ ഒരു പാട്ട് കേൾക്കാം. ത്രേസ്യാമ്മ ചേച്ചി നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും. ഞാൻ എല്ലാ വർഷവും വരുമ്പോഴും ത്രേസ്യാമ്മ ചേച്ചിയുടെ ഓരോ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ത്രേസ്യാമ്മ ചേച്ചിയുടെ പാട്ട് പാടുന്നൊരു വീഡിയോ എടുക്കാം. പാട്ട് പാടാം ത്രേസ്യാമ്മ ചേച്ചി? ഓക്കെ. താപോർനാഥേ മാതാവേ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താപോർനാഥേ മാതാവേ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കണ്ണീർ തൂകി കേഴും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾക്കെന്നും തുണയായി നിന്ന് മാധ്യസ്ഥം നീ നൽകണമേ. താപോർനാഥേ മാതാവേ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുഗങ്ങളായി അത്ഭുതമായി താപോർനാഥേ മാതാവേ കാരുണ്യത്തിൻ പൊൻകിരണങ്ങൾ ഞങ്ങളിലെന്നും ചൊരിയണമേ. താപോർനാഥേ മാതാവേ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അടിപൊളി 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 സൂപ്പർ. ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ലയിച്ചിരുന്ന് കേട്ടു പോയിട്ടോ ത്രേസ്യാമ്മ ചേച്ചിയുടെ പാട്ട്. ത്രേസ്യാമ്മ ചേച്ചിക്ക് നന്നായിട്ട് പാട്ട് പാടാനറിയാം. നല്ല സ്വരമാണ്, നമുക്ക് കേട്ടിരിക്കാൻ നല്ല ഒരു ഇഷ്ടം തോന്നും അങ്ങനത്തെ പാട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ കുറച്ച് സമയം കൂടിയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിതാ നമുക്കിനി ഇറങ്ങേണ്ട സമയമായി, നല്ല രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇനി വേറെ വീടുകളിലേക്കൊന്നും ഇന്ന് പോകുന്നില്ല, ഇനിയുണ്ട് വീടുകൾ. അപ്പോൾ അത് നാളത്തേക്കായിട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോണ്. അപ്പോൾ അവരോട് ഇതാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.